السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم ما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ സത്യദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ വാഹിദ് എന്ന നാമത്തെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളിൽ അൽ വാഹിദ് എന്ന അള്ളാഹുവിൻ്റെ നാമം, അതിൻ്റെ പ്രത്യേകതകൾ, അതുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അൽ വാഹിദ് എന്ന നാമം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയം, ആ നാമം അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ വഹദാനീയത്താണ്, അള്ളാഹുവിൻ്റെ ഏകത്വം. ഈ ഉലകം മുഴുവൻ അള്ളാഹു ഏകനാണ് എന്നത് അറിയിക്കുന്നു. വഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. എല്ലാ വസ്തുക്കളിലും അള്ളാഹു ഉണ്ട് എന്നതിന് ദൃഷ്ടാന്തമുണ്ട്. അവയെല്ലാം അള്ളാഹു ഏകനാണ് എന്നത് അറിയിക്കുന്നു. അതുകൊണ്ട് ഫയാ അജബൻ കൈഫ യുഅ്സൽ ഇലാഹു അം കൈഫ യജ്ഹദുൽ ജാഹിദു. അത്ഭുതമാണ്, എങ്ങനെയാണ് അള്ളാഹുവിനെ ആളുകൾ ധിക്കരിക്കുക, അള്ളാഹുവിനെ എങ്ങനെയാണ് ആളുകൾ തള്ളിപ്പറയുക. വലില്ലാഹി ഫീ കുല്ലി തഹ്രീകത്തിൻ വതസ്കീനത്തിൻ അബദൻ ഷാഹിദു. എല്ലാ അനക്കങ്ങളിലും എല്ലാ ഒതുക്കങ്ങളിലും അള്ളാഹു ഉണ്ട് എന്നതിന് സാക്ഷികളുണ്ട്. പിന്നെ എല്ലാത്തിലും ദൃഷ്ടാന്തമുണ്ട് അള്ളാഹു വാഹിദാണ് എന്നതിൽ. അപ്പം അള്ളാഹുവിൻ്റെ വഹദാനിയത്ത്, ഏകത്വം, അതിന് ഈ ഉലകത്തിൽ ചെറുതും വലുതും എല്ലാം തെളിവാണ്, ദലീലാണ് എന്നാണ്. നമ്മൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അൽ വാഹിദ് എന്ന പേര് പലതവണ വായിക്കുമ്പോൾ അൽ വാഹിദുൽ ഖഹാറാണ് അള്ളാഹു. അത് ഒരു സ്ഥലത്തല്ല. ഫയാ സാഹിബൈ അസ്സിജിൻ അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അള്ളാഹു അൽ വാഹിദ്, ഏകൻ. പിന്നെയോ
അൽ ഖഹാർ. ഏകനാണെങ്കിലും അള്ളാഹു മുഴു സൃഷ്ടികളെയും കീഴ്പ്പെടുത്തി അതിജയിച്ച് വർത്തിക്കുന്നു. എല്ലാവരെയും അള്ളാഹു കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിജയിച്ചിട്ടുണ്ട്. എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ കഴിവിനും അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനും കീഴിലാണ്. അപ്പൊ അള്ളാഹു അൽ വാഹിദ് എന്ന് പറയുമ്പോൾ, അള്ളാഹു ഏകൻ എന്ന് പറയുമ്പോൾ പടപ്പുകൾ ഒറ്റക്കാകുന്ന അവസ്ഥയല്ല അള്ളാഹ്ക്ക്. പടപ്പുകൾക്കുള്ള ഏകാന്തതയുടെ പ്രത്യേകതകളല്ല പടച്ച റബ്ബിന്. പിന്നെയോ അള്ളാഹു അൽ വാഹിദാണ് അവൻ, അതോടൊപ്പം അൽ ഖഹാറുമാണ്. ഏകനായി എല്ലാത്തിനെയും അടക്കി വാഴുന്നവനും എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയവനും എല്ലാവരും ആ ഏകന്റെ ഉദ്ദേശത്തിനും തീരുമാനത്തിനും ഭരണത്തിനും വിധേയരാണ്. അതറിയിക്കാനാണ് പലതവണ വിശുദ്ധ ഖുർആനിൽ അൽ വാഹിദുൽ ഖഹാർ, ഉദാഹരണത്തിന് സൂറത്ത് യൂസുഫിൽ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അവിടെ അൽ വാഹിദുൽ ഖഹാർ, ഖുലില്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ വഹുവൽ വാഹിദുൽ ഖഹാർ, അത് സൂറത്തുർ റഅദിൽ. പിന്നെ സൂറത്ത് ഇബ്രാഹിമിൽ യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത് വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. പിന്നെയും സൂറത്ത് സ്വാദിൽ ഖുൽ ഇന്നമാ അന മുൻസിർ വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് അൽ വാഹിദുൽ ഖഹാർ. അതേപോലെ തന്നെ സൂറത്ത് സുമറിൽ ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഇതേപോലെ സൂറത്ത് ഗാഫിറിൽ ആയത്ത് കാണാൻ സാധിക്കും. 7 ആയത്തുകൾ. ആ ആയത്തുകളിലൊക്കെയും അള്ളാഹു അൽ വാഹിദ്, താൻ ഏകനാണ്, അള്ളാഹുവിൻ്റെ ഏകത്വം പറയണം. അതോടൊപ്പം അള്ളാഹു ഏകൻ മാത്രമല്ല, പിന്നെയോ ഏകനായിരിക്കെ അള്ളാഹു അൽ ഖഹാറാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അതിജയിച്ച് കീഴ്പ്പെടുത്തി എല്ലാവരും തൻ്റെ ഉദ്ദേശത്തിനും തൻ്റെ തീരുമാനത്തിനും വിധേയരാണ് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകത. ഇതേപോലെ തിരുമൊഴികളിൽ അൽ വാഹിദ് എന്ന പേര് നമ്മൾ നോക്കുമ്പോൾ, ഹദീസുകളിൽ നോക്കുമ്പോൾ അൽ വാഹിദുസ് സമദ്, അള്ളാഹു അൽ വാഹിദ് എന്ന തൻ്റെ പേരിനോടൊപ്പം അസ്വമദ് എന്ന പേരിനെ ചേർത്തായി കാണാം. ആ വിഷയത്തിൽ ഇപ്പം നമ്മൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ഉറക്കിൽ നിന്ന് ഉണർന്ന് അസ്വസ്ഥനായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അവിടെ ഖഹാറാണ് ഹദീസിൽ വന്ന ഖഹാർ എന്നുള്ളത്. അൽ വാഹിദിനെ തുടർന്ന് ഖഹാർ എന്നത് ഹദീസിൽ വന്നതാണ്. അത് നമ്മൾ ആയത്തുകളാണ് പറഞ്ഞത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അസ്വസ്ഥനായാൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ. അൽ അസീസുൽ ഗഫാർ, അത് ഉറക്കിൽ നിന്ന് നെട്ടി ഉണർന്ന് നമുക്ക് പേടിയോ അസ്വസ്ഥതയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ചെല്ലാനുള്ളതാണ്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ, അത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പാട് പോകാൻ, അസ്വസ്ഥത നീങ്ങാൻ കരണീയമാണ്. അവിടെ ആ പ്രാർത്ഥനയിൽ ഉള്ളത് അള്ളാഹ് അൽ വാഹിദ്, അള്ളാഹു ഏകൻ എന്ന് സമ്മതിക്കണം, അള്ളാഹിന്റെ പേര് പറയണം. അതോടൊപ്പം അൽ ഖഹാർ, ഏകനാണെങ്കിലും അള്ളാഹു എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയവൻ, അതിജയിച്ചവൻ. ഇനി അൽ വാഹിദ് എന്ന പേര് ഹദീസുകളിൽ വന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ അൽ വാഹിദു സ്വമദ്, അള്ളാഹു അൽ വാഹിദാണ്, ഏകനാണ്. അതോടൊപ്പം അള്ളാഹു ആരാണ്? അസ്സമദുമാണ്. ഏകനായിട്ടും അള്ളാഹു അസ്സമദ്. ഇപ്പം ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഒരു ഹദീസ്. ഒരു ഗ്രാമീണൻ വന്നു, നിസ്കരിച്ചു പള്ളിയിൽ. സലാം വീട്ടുന്നതിന് മുമ്പ് അദ്ദേഹം ദുആ ചെയ്തത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് അൽ അഹദു സമദ്. അതിൻ്റെ ഒരു റിവായത്തിൽ കാണാം അൽ വാഹിദുൽ അഹദ് അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലി ദുനൂബി എന്ന് തുടങ്ങിയിട്ടുള്ള ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണ അദ്ദേഹത്തിന് വേണ്ടി ആശംസിച്ചു. അദ്ദേഹത്തിന് പൊറുക്കപ്പെട്ടു. പാപമോചനത്തിനാണ് അയാൾ തേടിയത്.
ഇവിടെ അൽ വാഹിദ് അസമദ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ലാ യസ്അലന്നകും അന്നാസു അൻ കുല്ലി ഷൈഇൻ ഹത്താ യഖൂലു ഹാദാ അല്ലാഹു ഖലഖ കുല്ല ഷൈ ഫമൻ ഖലഖല്ലാഹ്. ആളുകൾക്കുണ്ടൊരു സ്വഭാവം, എല്ലാം ചോദിക്കും. അതിലൊരു ചോദ്യം, അള്ളാഹു എല്ലാം പടച്ചു, അള്ളാഹിനെ ആര് പടച്ചു? ഇങ്ങനെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടി കൊടുക്കാനും പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ പള്ളിയിൽ ഇരിക്കുകയാണ്. അപ്പോ എന്താ സംഭവിച്ചത്? ഒരു വ്യക്തി എന്ന് ആദ്യം അബൂ ഹുറൈറയോട് ചോദിച്ചു, അള്ളാഹു ആണ് എല്ലാം പഠിച്ചത്, അപ്പൊ അള്ളാഹിനെ ആരാ പഠിച്ചത്? പിന്നെ ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, അള്ളാഹു ആണ് എല്ലാം പഠിച്ചത്, അള്ളാഹിനെ ആരാ പഠിച്ചത്? മൂന്നാമതൊരാൾ വന്ന് ചോദിച്ചു. അപ്പൊ അബൂ ഹുറൈറ പറയാണ്, സദഖല്ലാഹു വ റസൂലു, അള്ളാഹു പറഞ്ഞത് സത്യം, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സത്യമാണ്. കാരണം എന്താ, ഇങ്ങനെ ചോദിക്കണ ആളുകൾ വരുന്ന റസൂലിന്റെ കാലയെ കൂട്ടി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇറാഖിൽ അദ്ദേഹം പള്ളിയിൽ ഇരിക്കുകയാണ്, ഇങ്ങനെ മൂന്നാളുകൾ വന്ന് ചോദിച്ചു, ഒരാൾക്ക് പിന്നാലെ വേറൊരാള്. അദ്ദേഹം പറയാണ്, അല്ലാഹുൽ വാഹിദുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹിനെ ആര് പഠിച്ചു എന്നുള്ള ചോദ്യത്തിന് ആൻസർ അതാണ്. അല്ലാഹു അൽ വാഹിദുസ് സ്വമദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു അസ്സമദാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, അവൻ ആരുടെയും സന്തതിയായിട്ട് ജനിച്ചിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ആരുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അബൂ ഹുറൈറ തന്റെ വിരലുകൾ ചെവിയിൽ തിരുകി, എന്നിട്ട് അട്ടഹസിച്ചു. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു പിടി മണ്ണ് വാരി ഈ ചോദിച്ചവരുടെ നേരെ എറിഞ്ഞിട്ട് ഖൂമു, അവരോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. എന്നിട്ട് സദഖ ഖലീലി, എൻ്റെ ഖലീൽ പറഞ്ഞത് സത്യമാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. ഖലീലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇവിടെ അല്ലാഹുൽ വാഹിദുസ് സമദ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു ഏകനാണ്, അതോടൊപ്പം അള്ളാഹു സമദാണ്. ഹദീസുകളിൽ പലയിടത്ത് ഇങ്ങനെ ചേർത്ത് പറഞ്ഞ് കാണാൻ സാധിക്കും, അൽ വാഹിദുസ് സമദ്. അതേപോലെ വിശുദ്ധ ഖുർആനിലും തിരുമൊഴികളിലും അൽ വാഹിദുൽ ഖഹാർ, അള്ളാഹു ഏകനാണ്, അതോടൊപ്പം അള്ളാഹു സമദുമാണ്. എന്താ സമദ് എന്ന് പറഞ്ഞാൽ? മുമ്പ് നമുക്കിവിടെ വന്ന ഒരു വിഷയമാണ് സമദ്. സമദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണെങ്കിലും അവൻ ഏകനായിക്കൊണ്ട് പരാശ്രയമുക്തനാണ്, എല്ലാവർക്കും ആശ്രിതനുമാണ്. എല്ലാവരും അള്ളാഹിനെ അവലംബിക്കണം. പറയുമ്പോൾ അള്ളാഹു ഏകനാണ്. എല്ലാവർക്കും അള്ളാഹു ആശ്രയമരുളണം, അഭയം നൽകണം. പറയുമ്പോൾ അള്ളാഹു ഏകനാണ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല സമദാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ലതും ഭക്ഷിച്ച് പാനം ചെയ്ത് ജീവിതം നിലനിർത്താൻ അങ്ങനെ ഒരു ആവശ്യം അള്ളാഹ്ക്കില്ല. അള്ളാഹു സമദാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമദാണെന്ന് പറഞ്ഞാൽ അസയ്യിദുല്ലദീ കമുല ഫീ സുദുദി, അള്ളാഹു നേതൃത്വത്തിൽ പൂർണ്ണത വരിച്ച സയ്യിദാണ്. അശ്ശരീഫുല്ലദീ കമുല ഫീ ശറഫിഹി, ഷറഫിൽ പൂർണ്ണത വരിച്ച ഷരീഫാണ്. അൽ ഖനിയുല്ലദീ കമുല ഫീ ഗിനാ, സമ്പത്ത് ഐശ്വര്യത്തിൽ ധന്യതയിൽ പൂർണ്ണത വരിച്ച ഖനിയാണ്, ധന്യനാണ് അള്ളാഹു. അൽ ഹലീമുല്ലദീ കമുല ഫീ ഹിൽമി, അവധാനതയിൽ പൂർണ്ണത വരിച്ച ഹലീമാണ് അള്ളാഹു. അൽ ആലിമുല്ലദീ കമുല ഫീ ഇൽമി, അറിവിൽ പൂർണ്ണത വരിച്ച ആലിമാണ് അള്ളാഹു. അർ റഹീമുല്ലദീ കമുല ഫീ റഹ്മതി, കാരുണ്യത്തിൽ പൂർണ്ണത വരിച്ച കാരുണ്യവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ അൽ ജവ്വാദുല്ലദീ കമുല ഫീ ജൂദി, ഔദാര്യം നൽകുന്ന വിഷയത്തിൽ പൂർണ്ണത വരിച്ച ഔദാര്യവാനാണ് അള്ളാഹു. അൽ ജബ്ബാറുല്ലദീ കമുല ഫീ ജബറൂതി, ആധിപത്യത്തിൽ അധികാരത്തിൽ പൂർണ്ണത വരിച്ച അൽ ജബ്ബാറാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇതൊക്കെ എന്താണ്? അസ്സമദ് എന്നതിന്റെ അർത്ഥമാണ്. പറയുമ്പോൾ അള്ളാഹു ആനാണ് അൽ വാഹിദ് അസ്സമദ്, അള്ളാഹു ഏകനാണ്.
ഏകനാണെന്നതോടൊപ്പം അള്ളാഹു ആരാണ്? ഈ പ്രത്യേകതകളൊക്കെ ഉള്ള അസമതുമാണ്. അപ്പം അള്ളാഹു ഏകനാണെങ്കിലും അള്ളാഹു മതി, എല്ലാത്തിലും അള്ളാഹു സമ്പൂർണനാണ് എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള രാജാതിരാജനാകുന്നു മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല. ഇവിടെ ഞാനൊരു ചരിത്രം അനുസ്മരിക്കുകയാണ്. അതിൽ പടപ്പുകൾ ഞാൻ പറഞ്ഞു, അള്ളാഹു ഏകനാണെങ്കിലും പടപ്പുകൾ ആരായാലും ആ ഏകനായവൻ്റെ നിയന്ത്രണത്തിലും അവൻ്റെ ഉദ്ദേശത്തിനും അനുസരിച്ചാണ്. അതിനപ്പുറം ഒരു കാൽവെപ്പ് പടപ്പുകൾക്കില്ല. പടപ്പുകൾ എത്ര ഊക്കുള്ളവരാണെങ്കിലും അധികാരികളാണെങ്കിലും പടച്ചവൻ വിധിച്ചതെന്തോ അതിന് വിധേയരാണവർ. പടച്ച തമ്പുരാന്റെ നിശ്ചയം എന്തോ അതിന് അധീനരാണവർ. അള്ളാഹുവിൻ്റെ മേൽക്കോയ്മയ്ക്ക് കീഴിലാണ് പടപ്പുകളെല്ലാം. ഒരു ചരിത്രം, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 6 ഹുദൈബിയ സന്ധിയിൽ നിന്ന് മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജാക്കന്മാരെയൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ച സംഭവം. ഹുദൈബിയ സന്ധിയിൽ മക്കയിലെ മുശ്രിക്കുകളോട് റസൂലുള്ള കരാർ ചെയ്തു. എന്താ കരാർ? ഇനി 10 കൊല്ലം നമ്മൾ അന്യോന്യം എന്തില്ല, യുദ്ധമല്ല. അതിൽ എഗ്രിയായി. അപ്പം ഇനി മുശ്രിക്കീങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, മദീനയെ ആക്രമിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ മാത്രമല്ല അക്രമത്തിൻ്റെ വിഷയത്തിൽ അന്യോന്യം സഹായിക്കാനും പാടില്ല. അപ്പം എന്തായി? സമാധാനവും നിർഭയത്വവും കളിയാടി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ആ അവസരം മുതലെടുത്തിട്ട് രാജാക്കന്മാരെയൊക്കെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്താൻ തീരുമാനിച്ചു. അപ്പം സഹാബികളോട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ തീരുമാനമെടുത്തപ്പോൾ സഹാബികൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലേ, നമ്മൾ രാജാക്കന്മാർക്ക് കത്ത് എഴുതിയിട്ടുണ്ട് എങ്കിൽ ആ കത്തിൽ സീലില്ല എങ്കിൽ രാജാക്കന്മാർ കത്ത് വായിക്കൂല. രാജാക്കന്മാർ കത്ത് രാജകീയമാണ് എന്നുള്ളത് അറിയണമെങ്കിൽ എന്ത് വേണം? രാജാവിൻ്റെ സീല് വേണം. അതുകൊണ്ട് സീലില്ലാത്ത കത്ത് രാജാക്കന്മാർ വായിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളൊരു സീൽ, മുദ്ര സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെള്ളി മൂദരം സ്വീകരിച്ചത്. വെള്ളി മൂദരം. ആ വെള്ളി മൂദരത്തിൽ 3 വരി കൊത്തി, മുഹമ്മദുൻ റസൂൽ അല്ല. അതാണ് മുഹമ്മദുൻ ഒരു വരി, റസൂൽ 2ാമത്തെ വരി, അല്ലാ എന്നുള്ളത് 3ാമത്തെ വരി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂദരത്തിൽ, വെള്ളി മൂദരത്തിൽ ഉണ്ടായിരുന്ന എഴുത്ത്, മുദ്ര. പിന്നെ റസൂലുള്ള കത്ത് എഴുതുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ഈ മൂദരം അതുകൊണ്ട് മുദ്ര ചെയ്യും, സീല് വെക്കും. അപ്പോൾ ആ എഴുത്തിനെന്തായി? രാജാക്കന്മാരുടെ പക്ഷത്തൊരു വാല്യൂ അവരുടെ ഗണത്തിൽ ഇല്ല. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെഴുതിയാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ഏറെ മൂല്യവത്താണ്, അമൂല്യമായ നിധിയാണ്. സഹാബികൾ പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന്റെ 7 അല്ല ഹിജ്റയുടെ 6ാം വർഷമാണ് ഹുദൈബിയ സന്ധി. അവിടുന്ന് മടങ്ങിയതിന് ശേഷമാണ്. ഹുദൈബിയ സന്ധി ദുൽഖഅദ മാസത്തിലാണ്, 6 ഒടുവിൽ. അപ്പൊ 7 തുടക്കത്തിൽ മുഹറം മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 ആളുകളെ, വ്യക്തികളെ, സഹാബികളെ 6 രാജാക്കന്മാരുടെ അടുക്കലേക്ക് നിയോഗിച്ചു. 6 രാജാക്കന്മാരുടെ അടുക്കലേക്ക്, നജാഷിയുടെ അടുക്കലേക്ക്, കൈസറിന്റെ അടുക്കലേക്ക്, കിസ്രയുടെ അടുക്കലേക്ക്, അതേപോലെ തന്നെ അസ്ദ് ഗോത്രത്തിലേക്ക്, ബഹ്റൈനിലേക്ക്, ഇങ്ങനെ പലയിടത്തേക്കും അയച്ചു. അതിൽ അംർ ഇബ്നു ഉമയ്യ ദമരി നിയോഗിക്കപ്പെട്ടത് നജാഷിയുടെ അടുക്കലേക്കാണ്. നജാഷി അൽ അസ്ഹുമ. നജാഷി അൽ അസ്ഹുമ. എവിടെ നജാഷി? ഏത് നാട്ടിലാ? ഹബശയിൽ, എത്യോപ്യയിൽ. അവിടേക്ക് അയച്ചു. റസൂലുള്ളാഹി അംർ ഇബ്നു ഉമയ്യ ദമരിയെ അയച്ചപ്പോൾ 2 കത്ത് കൊടുത്ത് അയച്ച്. 2 കത്ത്. ഒന്നിൽ നജാഷിയെ ഇസ്ലാമിലേക്ക് വെൽക്കം ചെയ്തിട്ട്, ക്ഷണിച്ചിട്ട്, സ്വാഗതം ചെയ്തിട്ട് കത്തയച്ചു. 2ാമത്തെ കത്ത് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ഹബശയിലുണ്ട്. ഉമ്മു ഹബീബ അബൂ സുഫിയാന്റെ മകൾ. ഉമ്മു ഹബീബയുടെ ഭർത്താവ് ഉബൈദുള്ള ഇബ്നു ജഹ്ഷ് എന്ന് പറയുന്ന വ്യക്തി. അവർ രണ്ടാളും, ഉമ്മു ഹബീബയും ഭർത്താവും
അവരുടെ കുട്ടി ഉണ്ടായിരുന്നു. അവരൊന്നിച്ച് ഹിജ്റ പോയതാണ് ഹബശയിലേക്ക്. പക്ഷെ ഹബശയിലെത്തിയ ഉബൈദുള്ള ഇബ്നു ജഹ്ഷ് അവിടെ വെച്ച് മതപരിത്യാഗിയായി, ഇസ്ലാം ഒഴിവാക്കിയിട്ട് ക്രിസ്തു മതം സ്വീകരിച്ചു. അങ്ങനെ പോയി. അള്ളാഹു കേക്കട്ടെ. നഊദുബില്ലാ. അങ്ങനെ ഉമ്മു ഹബീബ പിന്നെ വിധവയായിട്ട് കഴിയാണ് ഇവിടെ ഹബശയിൽ. അപ്പൊ രണ്ടാമത്തെ കത്ത് റസൂൽ എഴുതിയത് നജാഷിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെ ഉമ്മു ഹബീബയെ കല്യാണം കഴിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാമത്തെ കത്തിൽ എഴുതിയത്. ഈ കത്ത് അംർ ഇബ്നു ഉമയ്യ ദമരിയുടെ അടുക്കൽ കൊടുത്തയച്ചു. നജാഷിയെ സംബന്ധിച്ചിടത്തോളം കത്ത് കിട്ടി. ആ കത്ത് അദ്ദേഹം വായിച്ചു. കത്ത് കൈപ്പറ്റിയ നജാഷി തൻ്റെ രാജസിംഹാസനത്തിൽ നിന്ന് നിലത്തിരുന്നു എന്നാണ്. എന്നിട്ട് ആ കത്ത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കണ്ണുകൾക്കിടയിൽ അദ്ദേഹം അണച്ചുപൂട്ടി ആലിംഗനം ചെയ്ത് ചുംബിച്ച്. മാത്രമല്ല പിന്നെ ചരിത്ര റിപ്പോർട്ടുകളിൽ കാണാം, പിന്നെ ഈ ആനക്കൊമ്പിനാൽ തീർത്ത ഒരു ചെപ്പിൽ റസൂലുള്ളാഹിന്റെ കത്തിനോടുള്ള ആദര സൂചകമായിട്ട് എന്ത് ചെയ്യുന്നു, അത് പിന്നെ അദ്ദേഹം വളരെ ഭദ്രമാക്കി അടച്ച് സംരക്ഷിക്കുകയുണ്ടായി എന്നുള്ളതാണ്. നജാഷി ദീൻ ഉൾക്കൊണ്ട് എന്നുള്ളതാണ്. കാരണം എന്താ, നജാഷി ദീൻ ഉൾക്കൊണ്ട്. അതുകൊണ്ടാണ് ഈ നജാഷിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ അദ്ദേഹം മരിച്ചപ്പോൾ ജനാസ നിസ്കരിച്ചത്. രണ്ടാമത്തെ വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിഹ്യ ഇബ്നു ഖലീഫ അൽ കൽബിയെ അയച്ചതാണ്. അദ്ദേഹത്തെ അയച്ചത് റോമയിലെ രാജാവ് കൈസറിന്റെ അടുക്കലേക്കാണ്. കൈസറിന്റെ അടുക്കലേക്ക് അയച്ചത് ദിഹ്യത്തുൽ കൽബിയെ. ഈ ദിഹ്യ ഇബ്നു ഖലീഫ അൽ കൽബി അദ്ദേഹം അതിസുന്ദരനായിരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപം കൊണ്ടുവരുമ്പോൾ ഈ ദിഹ്യയുടെ രൂപത്തിൽ വരും എന്നാണ്. അതുകൊണ്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ള ചോദിക്കും, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് ചോദിക്കും, ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ ആരാണ് വന്നു പോയതെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പം റസൂലുള്ളാഹിന്റെ ഭാര്യമാർ പറയും അത് ദിഹ്യത്തുൽ കൽബിയാണ് എന്ന് പറയും. അപ്പോൾ റസൂലുള്ള പറയും അല്ല, അത് ദിഹ്യ അല്ല, പിന്നെയോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നതാണ് എന്ന് പറയാറുണ്ട്. ഏതായാലും ദിഹ്യയെ കൈസറിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ദിഹ്യ ചെന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതി അയച്ച കത്ത് കൈസറിന് കൈമാറി. അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചും വിളിച്ചുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത്. ഇസ്ലാം സ്വീകരിക്കുവാനും രക്ഷ പ്രാപിക്കുവാനും തൻ്റെ കീഴ്ഘടകങ്ങളായിട്ടുള്ള പ്രജകളുടെ പാപഭാരം മുതുകിൽ വരേണ്ട എങ്കിൽ ഇസ്ലാം സ്വീകരിച്ച് അവർക്ക് മാതൃകയാകാനൊക്കെ റസൂലുള്ളാഹിന്റെ കത്താണ്. കൈസർ കത്ത് വായിച്ചു. കത്ത് വായിച്ചപ്പോൾ കൈസറിന്റെ മനസ്സിലൊരിളക്കുണ്ടായി. അദ്ദേഹം കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പുരോഹിതന്മാരെയും ബിഷപ്പുമാരെയൊക്കെ വിളിച്ചുകൂട്ടിയ സംഭവം കാണാൻ സാധിക്കും. എന്നിട്ട് കൈസർ എന്താ പറഞ്ഞത്? റോമക്കാരോടും മൊത്തത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം വിജയവും വിവേകവും ആവശ്യമാണോ എന്ന് ചോദിക്കാണ്. അപ്പം ആർക്കാ വിജയം വേണ്ടാത്തത്? ആർക്കാ വിവേകം ആവശ്യമില്ലാത്തത്? അപ്പം പറഞ്ഞു, എങ്കിൽ ഈ കത്ത് കൊടുത്തയച്ച പ്രവാചകൻ അദ്ദേഹത്തെ വിശ്വസിച്ചോളി. ബൈബിളിൽ ഞാൻ വായിച്ച വിശേഷണങ്ങൾ ആ പ്രവാചകനിൽ ഒത്തിണങ്ങിയിട്ടുണ്ട്. അവിടത്തേക്കെത്താൻ എനിക്ക് അവസരമുണ്ട് എങ്കിൽ ആ പ്രവാചകന്റെ കാലിൽ വീണ് ആ പാദങ്ങൾ ചുംബിക്കുവാൻ ഞാൻ ഒരുക്കമാണ് എന്ന രീതിയിലൊക്കെ കൈസർ സംസാരിച്ചു. എന്താ സംഭവം? ഹദീസിൽ കാണാം, ദിഹ്യ പറയാണ്, ഫഹാസു ഹൈസത ഹുമുറുൽ വഹ്ഷ് വതനാഹറു വറഫഉ സ്വലീബ് എന്നാണ്. കാട്ടുപശുക്കൾ അലറുന്നത് പോലെ ആളുകൾ അലറാൻ തുടങ്ങിയെന്നാണ്. കുരിശു പൊക്കി പിടിച്ചിട്ട് അവർ ബഹളം വെച്ചു എന്നാണ്. പരസ്പരം അവർ കഴുത്തറുക്കാൻ എന്ന പോലെ അവരെന്ത് ചെയ്തു? രാജാവിന് മുമ്പിൽ, കൈസറിന് മുമ്പിൽ പെരുമാറിയെന്നാണ്. ഇത് കണ്ടപ്പോൾ
കൈസർ വിറച്ചു, ഇടറി. കൈസർ എന്താ ചെയ്തത്? അവരോട് അടങ്ങാൻ പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഇന്നമാ ഖുൽതു ലക്കും മാ ഖുൽതു അഖ്തബിറകും ലിഅൻദുറ കൈഫ സലാബതുകും ഫീ ദീനികും ഫഖദ് റഅയ്തു മിൻകും അല്ലദീ ഉഹിബ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, വിജയം വേണോ, വിവേകം വേണോ എങ്കിൽ ഈ പ്രവാചകന് പിൻപറ്റിക്കോളി, അനുസരിച്ചോളി, അദ്ദേഹത്തിന് കീഴ്പ്പെട്ടോളി, ഇതൊക്കെ പറഞ്ഞില്ലേ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്തു മതത്തിൽ എത്ര ഉറപ്പുണ്ട് എന്നത് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ എന്താണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? എല്ലാവരെയും അടക്കി. അപ്പം എന്ത് ചെയ്തു? അവരൊന്നടങ്കം കൈസറിന് സുജൂദ് ചെയ്തു, പ്രണമിച്ചു വീണു എന്നാണ്. അവർക്ക് അത്ര കിട്ടിയാൽ മതി. കൈസറിനോ താൻ മനസ്സിലാക്കിയ സത്യം, തൻ്റെ ഭൗതികത നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ പാഴായി. ശരി, കൈസറിന്റെ കത്തിൽ റസൂൽ എഴുതിയത് ഇലാ കൈസർ അദീമർ റൂം, റോമിലെ മഹാരാജാവ് കൈസറിന് എഴുതുന്ന കത്ത് എന്നാണ്. പക്ഷെ മഹാരാജാവായിട്ടും സ്വന്തം കീഴ്ഘടകങ്ങളെ തൻ്റെ വരുതിയിൽ നിർത്താൻ, തൻ്റെ കൽപ്പനക്ക് ചെവി തരാൻ കൈസറിന് സാധിച്ചില്ല. മനസ്സിലായില്ലേ? അതാണ് ഞാനിവിടെ ഈ സംഭവം ഉദ്ധരിച്ചതിൻ്റെ ഒരു ഉദ്ദേശം. ഭൗതിക ജീവിതത്തിൽ ആളുകൾ എത്ര വമ്പന്മാരായാലും കൊമ്പന്മാരായാലും, അന്ന് റോം എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞെങ്കിൽ അതിവിശാലമായ ഒരു ഭൂമികയാണ്. അതിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല. പേർഷ്യക്കാരും റോമക്കാരും രണ്ട് വലിയ ശക്തികൾ അന്ന്. പേർഷ്യയെക്കുറിച്ച് ഞാൻ പറയാൻ പോണു. റോമ പേർഷ്യയെ തോൽപ്പിക്കുക, പേർഷ്യ റോമയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് ദഹിയ റോമിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ റോമാ സാമ്രാജ്യത്തിൽ എത്തിക്കുമ്പോൾ പേർഷ്യക്കെതിരിൽ റോമ വിജയിച്ചാൽ ഒരു ബഹുദൂരം കാൽനടയായി ഈലിയയിലേക്ക് സഞ്ചരിക്കുവാൻ നേർച്ച നേർന്നിരുന്നു റോമൻ രാജാവ് ഹിറോക്ലിയസ് എന്നാണ്, ഹിർക്കൽ എന്നാണ്. ആ നേർച്ച പൂർത്തീകരിക്കുന്ന സമയത്താണ് ദഹിയ കത്തായിട്ട് വരുന്നത് എന്ന് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എന്താ, വലിയൊരു സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്നു ആര്? ഹിറോക്ലിയസ് കൈസർ. പേർഷ്യയെ തോൽപ്പിച്ച രാജാവാണ്. അന്ന് പേർഷ്യയും ചെറിയ ശക്തിയല്ല. പക്ഷേ നോക്കൂ നിങ്ങൾ, രാജാവാണ്, അധിപനാണ്, നേതാവാണ്. പക്ഷേ എല്ലാവരെയും അതിജയിക്കാൻ പോയിട്ട് തൻ്റെ കീഴ്ഘടകങ്ങളെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. ഏകനായ അള്ളാഹു എല്ലാത്തിനെയും അതിജയിച്ച് തൻ്റെ ഉദ്ദേശം, ലക്ഷ്യം, വേണ്ടുക അതിൽ എല്ലാവരെയും നയിക്കുന്നവനാണ്. അതാണ് അള്ളാഹു അൽ വാഹിദുൽ ഖഹാർ എന്ന് പറയുമ്പോൾ. ദുനിയാവിൽ ഏതൊരു പടപ്പും അവൻ ഇനി എത്ര മേലാളനായിട്ടുണ്ട് എങ്കിലും ഈ ഒരവസ്ഥ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് കിസ്റയുടെ അടുക്കലേക്ക് വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംർ ഇബ്നു ഉമയ്യ ദമരി അയച്ചു, ദഹിയ ഇബ്നു ഖലീഫ അൽ കൽബി അയച്ചു. ഇനി റസൂലുള്ള മൂന്നാമത് അയക്കുന്നത് അബ്ദുല്ലാ ഇബ്നു ഹുദാഫത്ത് സഹ്മിയെയാണ്. അബ്ദുല്ലാ ഇബ്നു ഹുദാഫ അസ്സഹ്മി റളിയല്ലാഹു അൻഹു. എവിടേക്ക് അയച്ചത്? അത് കിസ്റയുടെ അടുക്കലേക്കാണ്, പേർഷ്യയിലേക്ക്. അബ്ദുല്ലാ ഇബ്നു ഹുദാഫയുടെ അടുക്കൽ റസൂലുള്ള കത്ത് കൊടുത്തയച്ചു. ആർക്ക്? കിസ്റക്ക്. കത്ത് കൈപ്പറ്റിയ കിസ്റ വായിക്കാൻ ആളെ ഏൽപ്പിച്ചു. കത്ത് കിസ്റക്ക് വായിച്ചു കൊടുത്തപ്പോൾ കിസ്റ കത്ത് പിടിച്ചു വാങ്ങി അത് പിച്ചി ചീന്തി. അല്പം പോലും ആദരവ് കത്ത് കൊണ്ടുവന്ന ദൂതനോടോ ആ കത്തിനോടോ ആ കത്തിലുള്ള ദൂതിനോടോ കാണിക്കാതെയാണ് കിസ്റയുടെ പെരുമാറ്റം. കിസ്റ നിർത്തിയില്ല. കത്ത് പിച്ചി ചീന്തി എന്ന് മാത്രമല്ല, അന്ന് പേർഷ്യക്കാരുടെ അധിനിവേശത്തിലായിരുന്നു യമൻ. പേർഷ്യ ഇന്നത്തെ ഇറാനൊക്കെ ഉൾപ്പെട്ട ഭാഗം, ഇറാനൊക്കെ ഉൾപ്പെട്ട ഭാഗമാണ് പേർഷ്യ. അവരുടെ അധിനിവേശം എവിടെ ഉണ്ടായിരുന്നു? യമനിൽ ഉണ്ടായിരുന്നു. യമനിൽ ബാദാൻ എന്ന് പറയും അവരുടെ യമനിലെ ഭരണാധികാരിയെക്കുറിച്ച്.
കിസ്റ തൻ്റെ ഗവർണർക്ക് എഴുതുകയാണ്, മല്ലന്മാരായ ശക്തന്മാരായ 2 ആളെ തിരഞ്ഞെടുത്ത് യമനിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞയക്കണം. എന്തിന്? മദീനയിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചുകൊണ്ടാകാൻ വേണ്ടിയിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായ? അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ സഹമി പറയാണ്, കത്ത് പിച്ചി ചീന്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇവരെത്തി, തൻ്റെ കത്ത് ചീന്തി എന്നുള്ള വിവരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആ ചെയ്തു. എന്താ ദുആ? അല്ലാഹുമ്മ മസ്സിഖ് മുൽക്കഹു, അല്ലാഹുമ്മ മസ്സിഖ് മുൽക്കഹു, പടച്ചോനെ കിസ്റയുടെ ആധിപത്യം നീ അതും പിച്ചി ചീന്തണേ, ചിന്ന ഭിന്നമാക്കണമേ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തു. ആ ദുആ ചെയ്തിട്ട് ഏറെ സമയമെടുത്തില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കിസ്റയുടെ ഭരണത്തെ പിച്ചി ചീന്തി എന്നുള്ളതാണ്. ഷീറവൈഹി എന്ന കിസ്റയുടെ മകൻ വാപ്പാനെ കൊന്നു. കിസ്റയുടെ സ്ഥാനത്ത് പിന്നെ മകൻ ഷീറവൈഹി വന്നു. പക്ഷേ ആ ഷീറവൈഹിയുടെയും ഭരണം ശേഷം തുടർന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ആണ്, അല്ലാഹുമ്മ മസ്സിഖ് മുൽക്കഹു. റസൂലുള്ളാഹിയുടെ കത്ത് പിച്ച് ചീന്തി ചിന്ന ഭിന്നമാക്കിയതുപോലെ തന്നെ അവൻ്റെ അധികാരത്തെയും ചിന്ന ഭിന്നമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിച്ചു. കിസ്റ പിൽക്കാലത്ത് ചരിത്രത്തിൽ നാമാവശേഷമായി. കിസ്റയുടെ നാടാണ് ഇന്നത്തെ ഇറാഖ്, ഇറാൻ തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ടുള്ള നാടുകളൊക്കെ. പേർഷ്യ സാമ്രാജ്യം. മനസ്സിലായി? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന് ഇപ്പുറം പേർഷ്യയുടെ ചരിത്രമേ നമ്മൾ വായിക്കുന്നില്ല. പേർഷ്യയുടെ ചരിത്രമേ നമ്മൾ വായിക്കുന്നില്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്. കിസ്റ സ്വന്തം മകന്റെ കയ്യാൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. മനസ്സിലായി? പറയുമ്പോൾ കിസ്റ ആരാ? കിസ്റയുടെ ഭൗതിക കോപ്പുകൾ എത്രയായിരുന്നു? കിസ്റ ചൂടിയിരുന്നത് സ്വർണ്ണ കിരീടാണ്, ഇരുന്നിരുന്നത് സ്വർണാങ്കിതമായ സിംഹാസനത്തിലാണ്. കിസ്റക്ക് അമൂല്യവത്തായ ഉടയാടകൾ ഉണ്ടായിരുന്നു, സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുസ്ലിം സൈന്യം കിസ്റയെ അതിജയിച്ചെടുക്കിയപ്പോൾ കിസ്റയുടെ സ്വത്തുക്കൾ വന്നു, കിസ്റ ഉപയോഗിച്ചിരുന്നതായ ആഭരണങ്ങൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്നതിൻ്റെ എത്രയോ മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സുറാഖയോട്, സുറാഖ ഇബ്നു മാലിക് അൽ ജുഅ്ശുമിനോട് പറഞ്ഞിട്ടുണ്ട്, സുറാഖ കിസ്റയുടെ സ്വർണ്ണവളകൾ നിങ്ങൾ ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആഭരണങ്ങൾ നിങ്ങൾ ധരിക്കപ്പെടുന്ന ഒരു ദിനം പുലരും എന്ന്. മനസ്സിലായി? കിസ്റയെ തോൽപ്പിച്ച് കിസ്റയുടെ ആഭരണങ്ങളൊക്കെ യുദ്ധാർജിത സ്വത്ത് ആയി മദീനയിൽ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി അന്ന് പ്രവചിച്ച ആ പ്രവചനം മദീനയിൽ പുലർത്തുന്നത് കാണാൻ സാധിക്കും. സുറാഖയെ വിളിച്ചിട്ട്. മനസ്സിലായില്ലേ? രാജാവാണ്, അധിപനാണ്, അഹങ്കരിച്ചവനാണ്. പക്ഷേ സ്വന്തം മകൻ്റെ കയ്യാൽ വധിക്കപ്പെട്ടു. ഹീനമായ മരണം. അപ്പോൾ ആരാണ് യഥാർത്ഥ രാജാവ്? ഏകനായ എല്ലാത്തിനെയും അതിജയിച്ച് എല്ലാവരെയും തൻ്റെ വരുതിയിൽ നിർത്തി, മേൽക്കോയ്മയിൽ നിർത്തി, തൻ്റെ ഉദ്ദേശം അവരിൽ നടപ്പിലാക്കുന്നവൻ അവനാണ് യഥാർത്ഥ രാജാവ്. അള്ളാഹു അവൻ അൽ വാഹിദ്, ഏകനാണെന്നതോടൊപ്പം അള്ളാഹു അവൻ്റെ പ്രത്യേകതയാണ്. അള്ളാഹു സമ്പൂർണനാണ്, എല്ലാവർക്കും ആശ്രിതനാണ്, എല്ലാവരെയും കീഴ്പ്പെടുത്തിയവനുമാണ്. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നിന്ന് അല്പം പോലും മറികടക്കാൻ ഒരാൾക്കും ആവില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാത്തിബ് ഇബ്നു അബീ ബൽത റളിയല്ലാഹു അൻഹുവിനെ മുഖൗഖിസിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. മുഖൗഖിസ് ആരാണ്? ഇസ്കന്ദരിയ, അലക്സാണ്ട്രിയൻ ചക്രവർത്തിയാണ് മുഖൗഖിസ്. ഈജിപ്തിലെ മുഖൗഖിസിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ഹാത്തിബ് ഇബ്നു അബീ ബൽത ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം സൂറത്തുൽ മുംതഹിന അവതീർണമായ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു. ഏതായാലും
ഹാത്തിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തുമായി മുഖൗഖിസിന്റെ അടുക്കലേക്ക് എത്തി. അലക്സാണ്ട്രിയയിൽ അദ്ദേഹം കോപ്റ്റിക് വംശജരുടെ നേതാവ് കൂടിയാണ്. മുഖൗഖിസ് കോപ്റ്റിക് വംശജരുടെ നേതാവ് കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് ഹാത്തിബ് മുഖൗഖിസിന് കൈമാറി. കത്ത് കിട്ടിയ മുഖൗഖിസ് ആദരപൂർവ്വം അത് സ്വീകരിച്ചു. മുഖൗഖിസ് ഇസ്ലാം സ്വീകരിച്ചില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് മാന്യമായി സ്വീകരിച്ച മുഖൗഖിസ് ഹാത്തിബിന്റെ കയ്യിൽ, ഹാത്തിബിന്റെ കൂടെ മാരിയ, സീരീൻ എന്നീ 2 ഭൃത്യകളെ, അടിമ സ്ത്രീകളെയും, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുൽദുൽ എന്ന് പറയുന്ന ഒരു കോവർ കഴുതയെയും പിന്നെ അല്പം വിലപിടിപ്പുള്ള സമ്മാനങ്ങളും കൊടുത്തയച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം ആദർശത്തിൽ സ്വീകരിച്ചില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം ആദരിച്ചു. ആ ആദരവിൻ്റെ ഭാഗമായിട്ടാണ് മാരിയ റളിയല്ലാഹു തആല അൻഹ മാരിയയെ കൊടുത്തയച്ചത്. അതേപോലെ സീരീനെ കൊടുത്തയച്ചത്, 2 അടിമ സ്ത്രീകളെ കൊടുത്തയച്ചത്. അതിൽ മാരിയയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിത സഖിയായി സ്വീകരിക്കുകയുണ്ടായി. ആ മാരിയയിലാണ് ഇബ്രാഹിം എന്ന കുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിറക്കുകയുണ്ടായത്. പിന്നെ റസൂലുള്ളാഹിന്റെ ദുൽദുൽ എന്ന് പറയുന്ന കോവർ കഴുത, റസൂലുള്ളാഹിന്റെ ബഗ്ലയുടെ പേരാണ് ദുൽദുൽ. ആ ദുൽദുൽ ഈ മുഖൗഖിസ് റസൂലുള്ളാഹിക്ക് മദീനയിൽ കൊടുത്തയച്ച ഹദിയയാണ്. അതേപോലെ പിന്നെ വേറെയും ഹദിയകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുഖൗഖിസ് നൽകിയ ഹദിയ സ്വീകരിക്കുകയുണ്ടായി. പക്ഷേ ഈ മുഖൗഖിസ് ഇസ്ലാം സ്വീകരിച്ചത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടത് വായിക്കാൻ സാധിച്ചിട്ടില്ല. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷുജാ ഇബ്നു വഹബ് അൽ അസദി, സലീത്ത് ഇബ്നു അംർ അൽ ആമിരി തുടങ്ങിയവരൊക്കെ അയക്കേണ്ടതായിട്ടുണ്ട്. ഖസാനിലെ നേതാവായ ഹാരിസ് ഇബ്നു അബി ഷിംറിലേക്ക്, അതേപോലെ ബനു ഹനീഫയിൽ ബഹ്റൈനിലുണ്ടായിരുന്ന ഔദ ഇബ്നു അലി അൽ ഹനഫി എന്ന് പറയുന്ന നേതാവിലേക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സന്ദേശവുമായിട്ട് ദൂതന്മാരെ അയക്കേണ്ടായി. ഹിജറയുടെ 7 മുഹറം മാസത്തിൽ. ഞാൻ അതൊക്കെ ചരിത്രം കുറേ വിശദീകരിക്കപ്പെടേണ്ട ചരിത്രം. ഇവിടെ ഞാൻ ആ ഒരു ദൂതന്മാരും അവരുടെ ദൗത്യവും കൂടുതൽ വിശദീകരിക്കാനല്ല ഇത് കൊണ്ടുവന്നത്. ഇവരിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചിലർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊണ്ടു സ്വീകരിച്ചു, നജാഷിയെ പോലുള്ളവർ. ചിലർ സത്യം മനസ്സിലാക്കി, പക്ഷേ തങ്ങളുടെ ഭൗതിക താല്പര്യങ്ങൾ അത് സംരക്ഷിക്കുന്ന മാർഗേണ താൻ മനസ്സിലാക്കിയ സത്യത്തെ തമസ്കരിക്കുകയും കുഫറിൽ ഈ ദുനിയാവിൽ നിന്ന് യാത്രയാവുകയും ചെയ്തു. ചിലർ തികഞ്ഞ ധിക്കാരികൾ, അഹങ്കാരികൾ, കിസ്റയെ പോലുള്ളവർ. ഈ ഒരു ചരിത്രം ഞാൻ സഹോദരന്മാരെ ഇവിടെ എടുത്ത് ഉദ്ധരിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ തീരുമാനത്തിനും അള്ളാഹുവിൻ്റെ വിധിക്കും വിധേയരാണ് പടപ്പുകളെല്ലാം. അവർ ആരായാലും എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഒരു ചരിത്രമാണ്. ഭരണാധികാരികൾ എടുത്തു നൽകിയത് എന്തിനാ? ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതികമായ കോപ്പുകളുണ്ട്. തങ്ങൾ ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കുവാനും തങ്ങളുടെ ഇംഗിതം അത് പ്രയോഗവൽക്കരിക്കുവാനും മെയ്യൂക്കും കയ്യൂക്കും ആൾബലവുമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മേലാളന്മാർ. പക്ഷെ അവരും പാപ്പരാകുന്ന, തുലയുന്ന, നശിക്കുന്ന ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അൽ വാഹിദ്, ഏകനാണ്. പക്ഷേ ആ ഏകനായ അള്ളാഹു, അവൻ ഏകനായിട്ട് പടപ്പുകൾ അവനെ ആശ്രയിക്കുന്നു. അവൻ ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം അവൻ സ്വമതാണ്, ഏകനാണ് അള്ളാഹു അൽ വാഹിദ്. പക്ഷേ അള്ളാഹു അവൻ എല്ലാവരെയും അതിജയിച്ച് എല്ലാവരെയും തന്നെ കീഴിൽ ഉൾപ്പെടുത്തി തൻ്റെ ഉദ്ദേശത്തിൽ അവരെ നയിക്കുന്ന, നിയന്ത്രിക്കുന്ന അൽ ഖഹാറുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ്. അപ്പം അള്ളാഹു ഏകനാണെങ്കിലും ഏകനായ അള്ളാഹു മതി നമുക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഏകൻ, അവൻ മതി നമുക്ക്. വഹുവ ഹസ്ബുന, അവൻ നമുക്ക് മതി. നിഅമൽ വക്കീൽ, നിഅമൽ വക്കീൽ. നമ്മളുടെ കാര്യങ്ങളെല്ലാം ചെറുതാകട്ടെ വലുതാകട്ടെ
നമ്മളുടെ അകവും പുറവും മനസ്സും ശരീരവും ഒരുപോലെ ഏൽപ്പിക്കുവാൻ എത്ര നല്ല വക്കീലാണ് അള്ളാഹു എന്നുള്ളതാണ്. ആ ഒരു ബോധവും വിശ്വാസവും വളർത്തലാണ് ഇവിടെ ഉദ്ദേശം. അള്ളാഹു ഏകൻ എന്ന് നമ്മൾ പറയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, ആ ഏകനായ അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനും അവൻ സമ്പൂർണനുമാണ്, അവൻ നമുക്ക് മതി എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ്. എന്നാൽ അള്ളാഹു അല്ലാത്തവർ അവർ ആരാകട്ടെ, പടപ്പുകൾ അവർ ആരാകട്ടെ, അവർ പടപ്പുകളാണോ? അവർ ആരും പരാശ്രയമുക്തരല്ല. പിന്നെയോ പാരസ്പര്യത്തിൽ കഴിയേണ്ടവരും അങ്ങനെ കഴിയുന്നവരാണ്. ഒരാൾക്കും ഞാൻ മതി എന്ന് തീരുമാനിക്കാൻ കഴിയൂല. പടപ്പുകൾ അവർ ആരായാലും അവർ അന്യാശ്രയക്കാരാണ്. അത് പടപ്പുകളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടി, വിശിഷ്ട സൃഷ്ടിയാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ തൻ്റെ നിത്യജീവിതത്തിൽ പലരെയും ആശ്രയിച്ചിട്ടുണ്ട്, പലതിനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, മൻ യഹ്റുസുനി ഹാദിഹിൽ ലൈല, ഈ രാത്രി എനിക്ക് സെക്യൂരിറ്റിയായി വർത്തിക്കാൻ ആരുണ്ട്? റസൂലുള്ളാഹിന്റെ ചോദ്യം. റസൂലുള്ളാഹിക്ക് കാവൽക്കാരെ റസൂലുള്ളാഹി അന്വേഷിച്ചിരുന്നു. എന്തിനാണ് റസൂലുള്ളാഹി കാവൽക്കാരെ അന്വേഷിക്കുന്നത്? മദീനയിൽ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ മദീനയുടെ പ്രത്യേകത അറിയാം. മദീനയുടെ പരിസരങ്ങളിൽ ജൂതഗോത്രങ്ങളുണ്ട്. ബനു ഖൈനുഖാവുണ്ട്, ബനു നദീറുണ്ട്, ബനു ഖുറൈദയുണ്ട്. 3 ജൂതന്മാർ, 3 ജൂതഗോത്രങ്ങൾ. മരുപ്പറമ്പിലെ വിഷപ്പാമ്പുകളെക്കാൾ അപകടകാരികളായിരുന്നു ജൂതഗോത്രങ്ങളിൽ പലരും. അവർ മദീനയുടെ ഓരങ്ങളിൽ ആ ജൂതന്മാരുടെ പ്രലോഭനങ്ങളിൽ, പ്രീണനങ്ങളിൽ വശീകൃതരായിരുന്നു കപടവിശ്വാസികൾ. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലും കൂട്ടരും ഇവിടെ മദീനക്കുള്ളിൽ അവർ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇഴഞ്ഞു നീങ്ങിയിരുന്ന വിഷപ്പാമ്പുകളായിരുന്നു. എല്ലാവരുടെയും ലക്ഷ്യം നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ആരാണ് എനിക്ക് ഇന്ന് കാവൽക്കാരനായി നിൽക്കാനുള്ളത്, സെക്യൂരിറ്റി ആയിട്ട് വർത്തിക്കാനുള്ളത്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചിരുന്നിടത്ത് റസൂലുള്ളാഹിക്ക് കാവൽക്കാരുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക ഫഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലതക വല്ലാഹു യാസിമുക മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് നിങ്ങളെ കാക്കാൻ അല്ലാഹുണ്ട്, അല്ലാഹു നിങ്ങളെ ജനങ്ങളെ തൊട്ട് സംരക്ഷിക്കും എന്ന ആയത്ത് അതിൻ്റെ അവതീർണത ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി സെക്യൂരിറ്റി വേണ്ട എന്ന് തീരുമാനിക്കാൻ. കാരണം അള്ളാഹിൻ്റെ കാവൽ ആർക്കുണ്ടാവും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവഹാനി വരുത്താൻ ശത്രുക്കൾക്ക് ആകൂല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഈ ഹക്ക്, ദീൻ, നുബുവത്ത്, റിസാലത്ത് ഇത് പൂർത്തീകരിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ കാവൽ അള്ളാഹുവിൽ നിന്നുള്ള ആ പ്രഖ്യാപനം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽക്കാരെ മാറ്റുകയാണ് ചെയ്തത്, ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഈ ദുനിയാവിൽ മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നു. അതിൻ്റെയൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവൽക്കാരുണ്ടായിരുന്നു, റസൂലുള്ളാഹിക്ക് ഖാദിമുകൾ ഉണ്ടായിരുന്നു, സേവകന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇടയന്മാരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്രയിൽ സേവിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പലരെയും വായിക്കുന്നുണ്ട്. അതൊക്കെയും അറിയിക്കണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ ആശ്രയിച്ചിരുന്നു, അവലംബിച്ചിരുന്നു എന്നുള്ളതാണ്. അഷ്റഫുൽ ഖൽഖാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെ മറ്റു പടപ്പുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ല. അതാണ് പടപ്പുകളുടെ പ്രത്യേകത. ആരായാലും എത്ര മഹാനായാലും ആവശ്യക്കാരനാണ്, ആശ്രിതനാണ്. എന്നാൽ അള്ളാഹു പരാശ്രയമുക്തനാണ്, എല്ലാവർക്കും ആശ്രിതനുമാണ്. അതുകൊണ്ടാണ് നമ്മളോട് പഠിപ്പിക്കപ്പെട്ടത് നമ്മൾ അവലംബിക്കേണ്ടത് അള്ളാഹിനെ മാത്രമാണ്.
നമ്മൾ തവക്കുലാക്കേണ്ടത് അള്ളാഹുവിൽ മാത്രമാണ്. നമ്മളുടെ മനസ്സിൻ്റെ തേട്ടങ്ങളും മനസ്സിൻ്റെ ആഗ്രഹങ്ങളും നമ്മൾ സമർപ്പിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഇഷ്ടങ്ങൾ ലഭ്യമാകാൻ, മുറാദുകൾ ഹാസിലാകാൻ, മുസീബത്തുകൾ വഴിമാറാൻ, താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ, ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ, ഉദ്ദേശങ്ങൾക്ക് ലബ്ധിയുണ്ടാകാൻ ഒക്കെ നമ്മൾ അവലംബിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. കാരണം അതൊക്കെ നമുക്ക് നൽകാൻ കഴിവുറ്റവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനപ്പുറം ഒരാൾക്കും അതിനാവൂല്ല. അവരെല്ലാവരും പടപ്പുകളാണ് എന്നുള്ളതാണ്. പക്ഷെ എന്താ സംഭവിച്ചത് അള്ളാഹുവിൽ നിന്ന് പടപ്പുകൾ പിടുത്തം വിടുകയും പടപ്പുകൾ ആശ്രയിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് പലപ്പോഴും വരുന്നത്. അതും പടപ്പുകളിൽ പലരും മരിച്ച് മൺമറഞ്ഞ് ഖബറിനുള്ളിൽ അവരുടെ ബർസഖി ജീവിതത്തിലാണ് അവരുള്ളത് എന്നുള്ളതാണ്. ആ പടപ്പുകളെയാണ് പടപ്പുകൾ ആശ്രയിക്കുന്നത് എന്ന് വരുമ്പോൾ, ഒരിക്കൽ ഞാൻ ദമാം സെൻട്രൽ ജയിലിൽ ദഅവത്തിന് പോയി. അപ്പോൾ ദമാം സെൻട്രൽ ജയിലിൽ ദഅവത്തിന് പോയപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ആളുകളെല്ലാവരും പുറത്ത് കൊണ്ടുവരും സെല്ലുകളിൽ നിന്നിട്ട് ഞങ്ങൾ അവർ ദഅവത്ത് നടത്തും. അപ്പോൾ ഒരു ഗ്രാമീണ അറബി അവിടെ ജയിലിൽ ഒരു കേസിലുണ്ട്. അയാളുടെ ഒരു ശ്രീലങ്കക്കാരനെ പിടിച്ചുകൊണ്ടിരുന്നു. അയാൾക്ക് അറബിക്ക് നമ്മളറിയാം അവിടെ ഗ്രാമീണനെ. അപ്പം എന്നോട് പറയാണ്, ഈ ശ്രീലങ്കക്കാരന് ഒരു ചിത്രത്തിനെയാണ് ആരാധിക്കുന്നത്. അവനോട് ഇന്ന ആരാധിക്കാൻ പറഞ്ഞാൽ അവനക്കൊരു റിയാൽ കൊടുക്കാം. ഇവൻ ആരാധിക്കണത് ഈ ചിത്രത്തെ. ഇതെന്താ കൊടുക്കുക അവന് എന്ന് പറഞ്ഞിട്ട് കൊണ്ടിരുന്നുണ്ട്. മനസ്സിലായില്ലേ? അതൊരു ഗ്രാമീണൻ്റെ ഒരു ഫലിതമാണെങ്കിലും അതൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. പല പടപ്പുകളും എന്താ ചെയ്യുന്നത്? പല പടപ്പുകളും ചെയ്യുന്നത് ഇതാണ്, പടപ്പുകളെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുസ്ലിമീങ്ങളിൽ പല മുസ്ലിമീങ്ങളും പരീക്ഷിക്കപ്പെട്ടതാണ്. സന്താനമില്ലാത്തവർ സന്താന ലബ്ധിക്ക് വേണ്ടി, പലവിധ മുറാദുകൾ നേടിക്കിട്ടാൻ വേണ്ടി, പലവിധ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നതിന് വേണ്ടി, രോഗങ്ങൾക്ക് മോക്ഷവും ശമനവും ഉണ്ടാകുന്നതിന് വേണ്ടി, സങ്കടങ്ങൾ പോയി കിട്ടാൻ വേണ്ടി, ആഫിയത്തിന് വേണ്ടി, വീടുകളുടെ പരാധീനതകൾ വറുതികൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി, സന്താനങ്ങളുടെയും ഇണകളുടെയും ഒക്കെ നല്ല ജീവിതത്തിന് വേണ്ടി ഒക്കെ കുറേ മുറാദുകളാണ്. അതിൻ്റെ ലിസ്റ്റാണ്. ഈ ലിസ്റ്റായിട്ടൊക്കെ പോണത് എടുക്കാം പലപ്പോഴും ഖബറിടങ്ങളിലേക്കാണ്. ആ ഖബറിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ അവർ ആരാകട്ടെ, മഹാന്മാരാകട്ടെ അല്ലാത്തവരാകട്ടെ, അവരൊക്കെയും അവരുടെ ബർസഖ് എന്താ? ഖബറിനുള്ളിൽ അവരുടെ ജീവിതം എന്താ? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം പുത്രി മരണപ്പെട്ടു. ബഖീ ഖബർസ്ഥാനിലേക്ക് ആ പുത്രിയുടെ ജനാസ എടുക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മകളുടെ ജനാസ ഖബറിലേക്ക് വെച്ച് അവരെ പരലോക യാത്രയാക്കണം. ആ ഖബറിൻ്റെ അരികിൽ ഇരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാണ്. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഇതുപോലത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങിക്കോളിയും. ഖബറിനോളം ഭീതിജനകമായ ഒരു ദൃശ്യം ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിനോളം ഭീതിതമായ ഒരു രംഗം ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, ആ ഖബറിലേക്ക് റസൂലുള്ള ചൂണ്ടി, ആ ഖബറിൽ ആരാ അന്ത്യവിശ്രമം കൊള്ളുന്നത്? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയാണ്. അവരെക്കാൾ വലിയ ബീവിമാർ നമുക്ക് ഇനി ആരാ? അവരുടെ കാലശേഷം ഇല്ലല്ലോ. അതാണ് ഖബറുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളുടെ വരെ അവസ്ഥ. എങ്കിൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ട്, എല്ലാവരുടെയും ആവശ്യങ്ങൾ കേട്ട്, എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്നവർക്കെല്ലാം നൽകാൻ, ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടാൻ, നഷ്ടപ്പെട്ടവരുടെ എല്ലാ
നഷ്ടപ്പെട്ടതും തിരിച്ചു കൊടുക്കുവാൻ, കഷ്ടതകൾ നീക്കാൻ, ബുദ്ധിമുട്ടുകൾ മാറ്റാൻ, രോഗങ്ങൾക്ക് ശമനം നൽകാൻ, ആഫിയത്ത് നൽകാൻ ഈ ഖബറുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്കാകും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ആ രീതിയിൽ ഖബറിടങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം അപകടത്തിലാണ് നമ്മളെല്ലാവരും. അള്ളാഹു നമ്മളെല്ലാം കാക്കുമാറാവട്ടെ. നഊദുബില്ല. പറഞ്ഞു വരുന്നത്, എല്ലാവർക്കും അള്ളാഹു ഏകനാണെങ്കിലും അള്ളാഹു അൽ വാഹിദുൽ ഖഹാർ എന്ന് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും നമ്മൾ വായിക്കുന്നു. അതേപോലെ അള്ളാഹു അൽ വാഹിദാണെങ്കിലും അള്ളാഹു അൽ വാഹിദു സ്വമദാണ്. ഏകനാണ് അള്ളാഹു എങ്കിലും അവൻ സ്വമദാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നേതൃത്വത്തിൽ, അവൻ്റെ കഴിവിൽ, അറിവിൽ, ഐശ്വര്യത്തിൽ, അവധാനതയിൽ, ഔദാര്യത്തിൽ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണനാണ്. ഏകനാണെങ്കിലും അള്ളാഹ്ക്ക് ആരെയും ആശ്രയിക്കേണ്ടതില്ല. എല്ലാവരും അള്ളാഹുവെ ആശ്രയിക്കേണ്ടവരാണ് എന്നാണ് സഹോദരന്മാരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ട്, ഒരു ഹദീസ് കേൾപ്പിച്ചിട്ട് ഞാൻ നിർത്തണം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ റസൂലുള്ളാഹിനോട് ചോദിക്കണം, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്ത് വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അന്ത്യനാൾ സംജാതമായാൽ, സംഭവിച്ചാൽ ഭൂമിയല്ലാത്തതായി പരിവർത്തിക്കപ്പെടും, വാനമല്ലാത്തതായിട്ട് പരിവർത്തിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി, ഇവിടെ സമുദ്രങ്ങൾ കത്തും, വന്യമൃഗങ്ങൾ വരെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങും. വൈദൽ വുഹൂശു ഹുശിറത് വൈദൽ ബിഹാറു ഫുജ്ജിറത്. ഭൂമിൻ്റെ ഈ മട്ടും ഭാവമൊന്നും അന്ന് ഉണ്ടാവില്ല. വാനവും മാറ്റപ്പെടും. കാരണം എന്താ? വാനങ്ങളിൽ വിള്ളൽ വീഴും. ഇദസ്സമാഉ ഉൻശഖത്. അതേപോലെ തന്നെ വാനങ്ങളിൽ ആകാശഗോളങ്ങളുണ്ട്, നക്ഷത്രാദികളുണ്ട്, അതൊക്കെയും ഉതിർന്നു വീണ അവസ്ഥ വരും. ഇദശംസു കുവ്വിറത്. സൂര്യൻ്റെ പ്രഭ കെടും. അതേപോലെ തന്നെ വൈദൽ കെവാക്കിബ് ഉൻതസറത്ത് പറഞ്ഞില്ലേ, ആകാശഗോളങ്ങൾ ഉതിർന്നു വീഴും. അപ്പം ഈ അവസ്ഥയൊന്നും വാനത്തിലുണ്ടാവില്ല, ഭൂമിക്കും ഉണ്ടാവില്ല. പരലോകം സംഭവിച്ചു കഴിഞ്ഞാൽ ഉമ്മുൽ മുഅ്മിനീൻ ചോദിക്കാണ്, ഫഅൈന യകൂനു നാസു യൗമഇദിൻ, അന്ന് ജനങ്ങൾ എവിടെയായിരിക്കും? ഇമാം ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, അല സിറാത്ത്, ജനങ്ങൾ സിറാത്തിലായിരിക്കും. ചില റിപ്പോർട്ടുകളിൽ ഫീ ദുൽമത്തിൻ ദൂനൽ ജിസ്ർ, സിറാത്തിനിപ്പുറം ഒരു ഇരുട്ടിലായിരിക്കും. ഏതായാലും സിറാത്തും അതിൻ്റെ പരിസരത്തിലും ആയിരിക്കും അവിടെ ആളുകൾ ഉണ്ടാവുക. അപ്പോൾ ആയിഷമ്മേൻ്റെ ചോദ്യം, യാ റസൂലല്ലാഹ്, ഇബ്നു ജുദ്ആൻ കാന ഫിൽ ജാഹിലിയ്യത്തി യസിലുർ റഹിം വയുത്ഇമുൽ മിസ്കീൻ ഫഹൽ ദാലിക നാഫിഉഹു? ഖാല ലാ യൻഫഉഹു ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ. ആയിഷമ്മയുടെ ചോദ്യം പരലോകം സംജാതമായാൽ ഇബ്നു ജുദ്ആനെ കുറിച്ചാണ്. ഇബ്നു ജുദ്ആൻ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആനാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഗോത്രക്കാരനാണ്. ആയിഷ റളിയല്ലാഹുവിൻ്റെ ഗോത്രക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഖുറൈശ് എന്നുള്ളതൊരു വലിയ ഗോത്രം. അതിന് കുറേ ഉപഗോത്രമുണ്ട്. അതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ബനു മഖ്സൂം ഉണ്ട്, ബനു ജമഹ് ഉണ്ട്, ബനു സഹം ഉണ്ട്, ബനു അസദ് ഉണ്ട്, പിന്നെ ബനു ഹാഷിം ഉണ്ട്, ബനു അദി ഉണ്ട്, ബനു തൈം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഗോത്രം. അതിലാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, അതിലാണ് അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ. അപ്പോൾ ബനു തൈം ഗോത്രത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആനെ കുറിച്ച് ആയിഷമ്മക്ക് നല്ല അറിയാം. മുസ്ലിം റസൂലുള്ളാഹി നബിയായി വരുന്നതിന് മുമ്പ് മരണപ്പെട്ടു അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ. പക്ഷെ അദ്ദേഹത്തിന് നല്ല മഹത്തുള്ളൊരു വ്യക്തിയായിരുന്നു. ഏത് വിഷയത്തിൽ? യസിലുർ റഹിം, കുടുംബബന്ധം ചാർത്തുമായിരുന്നു. യുത്ഇമുൽ മിസ്കീൻ, അഗതിക്ക് അന്നം നൽകുമായിരുന്നു. അങ്ങനെയൊക്കെ കുറേ പുണ്യപ്രവൃത്തികളുള്ള സേവനങ്ങളുള്ള വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ. ഫഹൽ ദാലിക നാഫിഉഹു, അത് അദ്ദേഹത്തിന് ഉപകാരപ്പെടുമോ എന്നാണ് ചോദ്യം. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നത്, ലാ യൻഫഉഹു, ഉപകാരപ്പെടൂല. എന്തേ കാരണം? ലം യഖുൽ യൗമൻ, ആയിഷ ഒരു ദിവസം പോലും അയാൾ ഇപ്രകാരം പറഞ്ഞിട്ടില്ല എന്നാണ്. എന്ത്? റബ്ബി ഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ, പരലോകത്തിൽ അല്ലാഹുവേ എൻ്റെ പാപം നീ എനിക്ക് പൊറുക്കണമേ, റബ്ബേ എനിക്ക് എൻ്റെ കുറ്റം പരലോകത്ത് പൊറുക്കണമേ എന്ന് ഒരിക്കൽ പോലും പറയാത്ത ആളാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ. എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിശ്വാസമല്ലായിരുന്നു അള്ളാഹുവിൽ യഥാവിധം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഒരു തേട്ടം അയാൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും പരലോകത്ത് അയാൾക്ക് ഉപകാരപ്പെടില്ല
എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ആയിഷമ്മയെ അറിയിക്കുകയുണ്ടായി. ഇവിടെ ഞാൻ ആ സംഭവം ഇവിടെ കൊണ്ടുവന്നത് ഈ അൽ വാഹിദുൽ ഖഹാർ വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും എല്ലാം അതിജയിച്ചു നിൽക്കുന്നവനുമായ അള്ളാഹുവിൻ്റെ ആളുകൾ മഹ്ശറ വൻസഭയിൽ അണിനിരന്നാൽ അവിടെ സംജാതാകണ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രംഗം ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ചു എന്ന് മാത്രം. വിശ്വാസം ശരിയാകാത്തവർ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധം, അത് അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുന്ന വിഷയത്തിൽ ശരിയാകാത്തവർ, അവരെത്ര സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും കാര്യമല്ല, അത് പരലോകത്ത് ഉപകരിക്കില്ല എന്നുള്ളതാണ്. അത് വളരെ ഗൗരവത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ വീഴ്ച വരുമ്പോൾ അതിനെ ഉണർത്തുന്നത്, അതിനെ തിരുത്തുന്നത്. ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇതുപോലെ മറ്റൊരു അള്ളാഹുവിൻ്റെ മഹൽ നാമം നമുക്ക് മനസ്സിലാക്കാം. ഏതാനും ചരിത്രങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എല്ലാവരോടും പൊറുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു നല്ല വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ മക്കളിൽ ഇഹത്തിലും പരത്തിലും നമുക്ക് ഏവർക്കും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമേറ്റി അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗമുള്ളവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അവർ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها رخاءها واستقرارها. اللهم احفظ لها قيادتها وعقيدتها. اللهم احفظ لها حدود ثغورها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.